ഇപ്പോൾ ഇന്ന് കേരളത്തിൽ 1300ഓളം സോളാർ വെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ആരെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് സോളാർ വെൻഡർ അടുത്ത് ചെയ്യണം എന്നുള്ളത് നല്ല ചോദ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് എൻ്റെ അടുത്ത്. നമ്മളൊരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഒരു സോളാർ വെൻഡർ ചൂസ് ചെയ്യുന്നതിന് മുമ്പേ അവരെത്ര വർഷമായി ഈ മാർക്കറ്റിൽ നിന്ന് അന്വേഷിക്കുക. കാരണം ഒരുപാട് പേര് ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായി വന്നു. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം വരെ ഒരു എക്സ്പീരിയൻസ് ചെക്ക് ചെയ്യുക. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ നിർബന്ധമായി അവരെ സ്ഥാപനം വിസിറ്റ് ചെയ്യുക. എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഉണ്ടോ, എത്ര സ്റ്റോക്ക് അവർക്കുണ്ട്, സ്റ്റാഫ് ഉണ്ടോ, പിന്നെ ചെയ്ത പ്രൊജക്റ്റുകൾ ഒരു ഫീഡ്ബാക്ക് എടുക്കുക. ഇവർ 6 മാസത്തിൽ സർവീസ് തരുന്നുണ്ടോ, 6 മന്ത്സിൽ. ഇപ്പോൾ നമ്മളുടെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാ 6 മാസം നമ്മൾ സൈറ്റിൽ പോകുന്നു. പാനൽ വാഷിങ് മാത്രമല്ല, പ്ലാന്റിൻ്റെ ടോട്ടൽ ഹെൽത്ത് നമ്മൾ മെയിൻ്റനൻസ് കൊടുക്കുന്നു. ഇത് അവർ ചെയ്യുന്നുണ്ടോ, പിന്നെ ആഫ്റ്റർ സെയിൽസ് എങ്ങനെയാണ് റെസ്പോൺസൊക്കെ അറിയാൻ പറ്റും. എക്സിസ്റ്റിംഗ് കസ്റ്റമർ അടുത്തൊരു ഫീഡ്ബാക്ക് എടുക്കുക. പിന്നെ ഇവർക്കുള്ള എംപാനൽമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഇവർ വെതർ MNRE എംപാനൽഡ് ആണോ, കേരളത്തിൽ അനേർട്ട് പോലത്തെ ഏജൻസി ഉണ്ട്, ഇതിലൊക്കെ എംപാനൽഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ആഫ്റ്റർ സെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളോട് ചെയ്ത് പോയിട്ട് കാര്യമില്ല. കറക്റ്റ് ഡോക്യുമെൻറ്റേഷൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, എക്സാമ്പിൾ GST ബിൽ ഇത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലെയിമും കിട്ടില്ല. പിന്നെ കസ്റ്റമർ വേണ്ട നമ്മളെ എഗ്രിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില ഡോക്യുമെൻറ്റ്സ്, വാറണ്ടി സർട്ടിഫിക്കറ്റ്, DCR ഡോക്യുമെൻറ്റ്, ഇത്തരം ഡോക്യുമെൻറ്റേഷൻസ് നിർബന്ധമായി നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതാണ്. ഒരു സോളാർ വെണ്ടർ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ നോക്കണം.